ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കർ മത്തിയാണ് റെഡിയാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ നല്ല ഫ്രഷ് മത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുട്ടയും കൂടെ ചേർത്താണ് എടുത്തേക്കുന്നത്. അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് കുറച്ച് പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലിടാനായിട്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇട്ട് മസാല ഒന്ന് മിക്സ് ചെയ്യുക. അതിലോട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന മത്തിയും അതിൻ്റെ മുട്ടയും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മുട്ട മീനിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി അവസാനം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ എടുക്കുക, അതിൽ കുറച്ച് കറിവേപ്പില നിരത്തി വെക്കുക. നമ്മൾ മസാല തേച്ച മീനെല്ലാം അതിലോട്ടങ്ങ് നിരത്തി വെച്ച് കൊടുക്കുക. എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ബാക്കിയുള്ള പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. 3-4 പച്ചമുളക് ഇടുക. അടച്ചു വെച്ച് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. 2 വിസിൽ കഴിയുമ്പോൾ നമ്മൾ അടിപൊളി കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അല്പം ചാറോട് കൂടി എടുത്തേക്കുന്നത്. ചാറ് വേണ്ട എന്നുള്ളവർ അതിനെ കുറച്ചുകൂടി തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ നല്ല അടിപൊളി കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനൊരു പ്ലേറ്റിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണം നമുക്കിത് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ചോറിൻ്റെ കൂടെ എടുക്കുന്നത്. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് സിമ്പിളായിട്ടൊരു പുളിരസം കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.